വിൽട്ടണിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂട് പാലപ്പവും മലബാർ ചിക്കൻ കറിയും, ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റായിരുന്നു. അവിടുന്ന് നമ്മൾ പൂക്കോട് ലേക്കിലേക്കാണ് പോകുന്നത്. ഒരു 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്തിയത്. പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 300 മീറ്റർ നടന്ന് വേണം നമ്മൾ ലേക്കിലേക്ക് പോകാൻ. ഇവിടെ എത്തുമ്പോൾ നമുക്ക് വയനാടാണോ കേരളമാണോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഒരു കൊടൈക്കനാലൊക്കെ എത്തിയൊരു പ്രതീതിയായിരുന്നു. അതിൻ്റെ ഒരു കാരണം കൂടുതലും അന്യസംസ്ഥാന ടൂറിസ്റ്റുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മലയാളികളെക്കാൾ കൂടുതൽ അവരുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ ഇതേ ഈ കൂട്ടുകാരെ കണ്ടോ? പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടിരിക്കുന്ന ഈ കുരങ്ങിനെ കാണുമ്പോൾ ഉണ്ടല്ലോ, എന്തോ എനിക്ക് മനുഷ്യരുമായിട്ട് ഭയങ്കര ഒരു സാമ്യം തോന്നും. നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 20 രൂപയുടെ ടിക്കറ്റുമായിട്ട് നമ്മൾ ലേക്കിലേക്ക് പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ ലേക്കിൽ നമുക്ക് കയാക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ 2 പേർക്കൊക്കെ ആണെങ്കിൽ പെഡൽ ബോട്ട്സ് കിട്ടും. അല്ല ഫാമിലി ആയിട്ടാണെങ്കിൽ 7 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ബോട്ട്സും ഉണ്ട്. അപ്പം നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. കാരണം നമ്മുടെ കൂടെ കുഞ്ഞുള്ളത് കൊണ്ടും ഇവൻ്റെ സ്വഭാവം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയില്ല. കരയിലിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഞാൻ ഒരു പുള്ളിയെ ശ്രദ്ധിച്ചത്. ദേ ഈ പുള്ളിയെ കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ലേക്കിലിറങ്ങി വെള്ളം കുടിക്കുന്നുണ്ട്. നല്ല ചൂടല്ലേ, അവന് നന്നായിട്ട് ദാഹിക്കുന്ന കാണും. പിന്നെ കുറേ നേരം നമ്മൾ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് കേട്ടോ. നമ്മളവിടുന്ന് പലതും കഴിച്ചെങ്കിലും ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. സ്വീറ്റ് കോൺ ബട്ടർ ആൻഡ് സോൾട്ട് എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിനി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു കേട്ടോ. ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം.